ഇങ്ങനെ ജിന്നിങ്ങനെ പിശാചിങ്ങനെ മനുഷ്യരൂപത്തിൽ ഹാജരാകും എന്നതിന് ഇവർ തെളിവായി പറയുന്നത് ഒരു ഹദീസ് പറയുന്നത് ഹദീസ് നിഷേധിക്കാൻ പാടില്ലല്ലോ. എന്നാൽ ഇവർ പറയുന്ന ഹദീസിനെ കുറിച്ച് ഇവർക്ക് തന്നെ എന്താ പറയാനുള്ളതെന്ന് അബ്ദുറഹ്മാൻ സലഫി പറയാൻ കൂടുതലാന്നാവും. ഞാൻ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് ഇപ്പൊ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞ് ഇത് വ്യാഖ്യാനിച്ച് അത് വ്യാഖ്യാനിച്ച് എന്നൊന്നും പറയണ്ടല്ലോ. ബഹുമാനനായ അബ്ദുറഹ്മാൻ സലഫിക്ക് ഇവർ തന്നെ മുന്നോട്ട് വെക്കുന്ന ഹദീസിനെ കുറിച്ച് എന്തു പറയാനുണ്ട്? നമുക്കത് കേൾക്കണം, എന്നിട്ട് മനസ്സിലാക്കണം. അദ്ദേഹം എങ്ങനെ സംസാരിക്കും നമുക്കൊന്ന് ആലോചിച്ചു. സുഹൃത്തിന്റെ ചോദ്യം സുറാഖത്ത് ബിൻ മാലിക്കിൻ്റെ രൂപത്തിൽ പിശാചു വന്നു എന്ന് പറഞ്ഞത് വിശ്വസിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും മനുഷ്യന്മാരെ കാണുകയാണെങ്കിൽ ഇത് അയാളാണോ അയാളെ രൂപത്തിലുള്ള മറ്റതാണോ എന്ന് ആകെ കൺഫ്യൂഷൻ ആകൂലേ എന്നതാണ്. യഥാർത്ഥത്തിൽ മനുഷ്യന്മാർ തന്നെ രൂപസാദൃശ്യമുള്ളവരുണ്ടാവും. അത് തിരിച്ചറിയാനുള്ള ഒരു വകതിരിവ് സാധാരണ മനുഷ്യന്മാർക്ക് ഉണ്ടാവാറുണ്ട്. ഒരേ രൂപത്തിലുള്ള ആളുകൾ ട്വിൻസ് നമ്മൾ സാധാരണ കാണും. രണ്ടാൾക്ക് രണ്ട് പേരാവും. പക്ഷെ എപ്പോഴും കാണുന്ന ആളുകൾ വളരെ പെട്ടെന്ന് മുഹമ്മദാണോ അഹമ്മദാണോ മുഹമ്മദ് എന്ന് വിളിക്കും, അഹമ്മദിനെ അഹമ്മദ് എന്ന് വിളിക്കും. എന്നാൽ ചില ആളുകൾക്ക് ഇത് അഹമ്മദോ മുഹമ്മദോ വലിയ പ്രയാസമൊന്നുമില്ല, വേഗം മനസ്സിലാവും. ഇതുപോലെ എക്കാലത്തും ഒരാളുടെ രൂപം പൂണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുമെന്നും ആകെ വിഷമത്തിലാവും എന്നൊക്കെ ഒരു അധികമായ ചോദ്യമാണ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇവിടെ വിഷയം അവതരിപ്പിക്കുമ്പോൾ പരാമർശിച്ചിട്ടുള്ള വിഷയങ്ങളുമായി ബന്ധമുള്ളതല്ല, അതുകൊണ്ട് ഒഴിവാക്കാവുന്നതാണ്. പക്ഷേ അവർ സാമാന്യമായി ആ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തി എന്നു മാത്രം. എന്നാലും മനുഷ്യരൂപത്തിൽ ഒരിക്കൽ സ്വഹീഹായ ഹദീസിൽ കാണാം, നബിയും സ്വഹാബികളും കൂടി ഇരിക്കുകയാണ്. ജിന്നുകളും ശൈത്താന്മാരെയാണ് വിട്ടാളി, നമുക്ക് മരക്കാലത്ത് തന്നെ നോക്കാം. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരാളിങ്ങനെ നടന്നു വന്നു, നല്ല വെള്ള വസ്ത്രം ധരിച്ച ഒരാള്. സുറാഖത്ത് ബിൻ മാലിക്കിന്റെ രൂപത്തിൽ പിശാജ് വന്നു എന്ന് സ്വഹീഹായ ഹദീസിലുണ്ട് എന്ന് ശംസുദ്ദീൻ പാലത്ത് പലയിടത്തും പ്രസംഗിക്കുന്നു. അത് ശരിയാണെങ്കിൽ ഇപ്പോൾ ഒരു മനുഷ്യനെ കണ്ടാൽ അയാൾ മനുഷ്യനാണോ അല്ല രൂപം മാറിയ ജിന്നാണോ എന്ന് എങ്ങനെ തിരിച്ചറിയുന്ന ചോദ്യകർത്താവ് ചോദിച്ചത്. ആ ചോദ്യത്തിന് എത്ര മനോഹരമായിട്ടാണ് അബ്ദുറഹ്മാൻ സലഫി രക്ഷപ്പെട്ട്. മെയ്വഴക്ക് കുറച്ചൊന്നുമല്ല, ഇതിന് ചെറിയ ഒരു അനുഗ്രഹം ഒന്നും പോരാ. ഈ ചർമ്മ സൗഭാഗ്യം എന്നൊക്കെ പറഞ്ഞത് ചില ആൾക്കാർക്ക് പ്രത്യേകിച്ച് അനുഗ്രഹിച്ച് കിട്ടണ മുതലാ. എന്തു മറുപടിയാണ് ആ വിഷയത്തിന് പറഞ്ഞത്? ആ ഹദീസ് സ്വഹീഹാണെന്ന് പറഞ്ഞോ, അത് സ്വീകാര്യമാണെന്ന് പറഞ്ഞോ, അതിന് ഇന്ന മേന്മ ഉണ്ടെന്ന് പറഞ്ഞോ, അല്ല അത് ശരിയല്ല എന്ന് പറഞ്ഞോ, ഇന്ന കുഴപ്പമുണ്ടെന്ന് പറഞ്ഞോ, അത് ലൈഫാണെന്ന് പറഞ്ഞോ, സ്വീകാര്യമല്ല എന്ന് പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. മാത്രല്ല ആ ഹദീസ് സ്വഹീഹാണെങ്കിൽ ഇപ്പോൾ ഒരു മനുഷ്യനെ കണ്ടാൽ അതെങ്ങനെ തിരിച്ചറിയും? മൂപ്പര മറുപടി, ട്വിൻസിനെ കണ്ടാൽ ഇരട്ടക്കുട്ടികളെ, ഈ ഇരട്ടക്കുട്ടികൾ എന്ന് പറഞ്ഞാൽ ബൽക്ക് ഭയങ്കര താല്പര്യമുള്ള വിഷയമാണ്. കാരണം എന്താ, ഇരട്ടക്കുട്ടികൾ എന്ന പേരിൽ ഒരു സിനിമ കേരളത്തിൽ ഓടിയിരുന്നു പോലും. അത് ഷൂട്ട് ചെയ്തത് നമ്മളെ ബഹുമാനനായ മധ്യസ്ഥ വേഷം കെട്ടി വന്ന് പ്രസിഡന്റായിരിക്കുന്ന സഹോദരൻ ടി പി അതൊക്കെ മദനിക്കൂർ ഹോസ്പിറ്റലിലുള്ളൂ, അവിടെ നിന്നാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഈ ഇരട്ടക്കുട്ടികൾ ഒരു ഭയങ്കര സംഭവം തന്നെയാണ്. അങ്ങനെ ഇരട്ടക്കുട്ടികളെ എല്ലാവർക്കും തിരിച്ചറിയില്ല. കുറച്ചാൾക്കാർക്ക് ടി പിക്ക് തിരിയും. പിന്നെ മുജാഹിദ് സെന്ററിൽ അങ്ങനെ ആരെങ്കിലും കയറി വന്നാൽ ജിന്നാണോ പിശാജാണോ പിന്നെ ഇവരൊക്കെ തന്നെയാണോ എന്ന് അബ്ദുറഹ്മാൻ സലഫിക്ക് കണ്ടാൽ തിരിയും. എല്ലാവർക്കും ഒന്നും തിരിയില്ല, കുറച്ചാൾക്കാർക്കൊക്കെ തിരിയും. എന്നിട്ട് ആ സാൽവേഷൻ വന്ന സാധുക്കളെ മുഴുവനും വട്ടം തിരിച്ചു കണ്ട് മൂപ്പര് കഴിച്ചിലാകുക. എന്താ, സ്വഹീഹായ ഹദീസിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്, എങ്ങനെ വന്നിട്ടുണ്ട്? എല്ലാവരും ഇങ്ങനെ കാതോർത്തുക, എങ്ങനെ ഇപ്പൊ വന്നത്, എങ്ങനെ സ്വഹീഹായ ഹദീസിൽ വന്നത്? സുറാഖത്ത് ബിൻ മാലിക്കിന്റെ രൂപത്തിൽ പിശാച് വന്നു അതാണോ പറയുന്നതെന്ന് ആൾക്കാർ നോക്കണത്. മൂപ്പർ എന്താ പറയണത്? സ്വഹീഹായിരിക്കുന്ന ഹദീസിൽ വന്നു. റസൂലും സ്വഹാബികളും ഇങ്ങനെ ഇരിക്കുമ്പോ നിങ്ങൾ ജിന്നിനി മനുഷ്യനെക്കാൾ വിട്ടാളി, മലക്കെന്നെ വന്നിട്ടില്ലേ? എന്താ ഇത്? ഞാൻ എന്താണ് അബ്ദുറഹ്മാൻ സലഫിക്ക് പറ്റിയത്? ഞാൻ ഈ കാസറ്റ് പുതിയ കളിപ്പിച്ചല്ല, ഇവിടെ
കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാനത് കേൾപ്പിച്ചിരുന്നു. എന്നിട്ട് അതിനെക്കുറിച്ച് അബ്ദുറഹ്മാൻ സലഫിനെ പരാമർശിച്ച് ആകെ 1-2 വിഷയം ഞാനോട് പറഞ്ഞിട്ടുള്ളൂ. അതിനെങ്കിലും അദ്ദേഹത്തിന് മറുപടി അറിഞ്ഞൂടെ? ഓ, കരിമ്പുലാക്കലാവുമ്പോൾ പിന്നെ പറയാൻ മാത്രമല്ല, നമ്മൾ വലിയ മഹാനല്ലേ, കരിമ്പുലാക്കല കുട്ടി. എന്നാലേ ഈ കോളത്തിൽ നിങ്ങൾ കോളേജിൽ എങ്ങനെ പഠിപ്പിക്കുക? മുമ്പിലുള്ളൊക്കെ കുട്ടികളല്ലേ, അയത്തിൽ വല്ല സംശയം ചോദിച്ചാൽ മറുപടി തരാൻ പറ്റുമോ? ഇല്ല. കുട്ടികളോടൊന്നും മറുപടി ഇല്ല. സാലബേശയിൽ കുട്ടി ചോദിച്ചാലോ അപ്പൊ മറുപടി ഉണ്ടാവും. എങ്ങനെ മറുപടി? ഉരുണ്ടിട്ട്. എന്തിനത്രയൊക്കെ ഉരുണ്ട് പരണ്ട് ഇടങ്ങാറാണിത്? ഞാൻ വീണ്ടും ആവർത്തിച്ചു ചോദിക്കുന്നു. ഞാൻ ആ സംഭവത്തെക്കുറിച്ച് ഒരക്ഷരവും പറയണില്ല. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? സുറാഖത്ത് ബിൻ മാലിക്കിന്റെ രൂപത്തിൽ പിശാച് വന്നു എന്ന് പറയുന്ന ഹദീസ് സ്വഹീഹാണോ? ആണെങ്കിൽ എങ്ങനെ? ആണെങ്കിൽ ഇപ്പോൾ എങ്ങനെ അത് ഉൾക്കൊള്ളാൻ പറ്റും? അതോ അല്ലയോ? അല്ലെങ്കിൽ നിങ്ങൾ ഹദീസ് നിഷേധിക്കുന്ന ആളാണോ? നിങ്ങളിപ്പോ എവിടെ നിൽക്കുക? ചേകനൂരിന്റെ കൂടെ നിൽക്കുവോ? സലാം സുലമിന്റെ കൂടെ നിൽക്കുവോ? അതോ രണ്ടിൻ്റെയും നടുക്കുവോ? അപ്പൊ ആൾക്കാർക്ക് സംശയം, ഇത് ജിന്നോ ചെയ്താണോ എന്നുള്ളത്. കാരണം മറ്റയാൾ പറഞ്ഞുള്ളൂ, നമ്മളൊക്കെ ഇങ്ങനെ കാണുമ്പോ അങ്ങനെ ഓരോരുത്തർ ചോദിക്കുകയാണ് നിങ്ങൾ അതന്നെയാണോ? ഉറപ്പില്ല, അല്ല കാക്കട്ടെന്നാ. ഇങ്ങനെ ഇതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇതൊക്കെ ഇപ്പൊ നേരത്തെ ജമീല ടീച്ചർ പറഞ്ഞ മാതിരി ഇപ്പറഞ്ഞ ഹദീസുകളൊന്നും ഹദീസ് ഗ്രന്ഥങ്ങൾ നേരത്തെ ഇല്ലാത്തല്ല, ഇപ്പൊ പുതിയ കയറിയൊന്നൊന്നല്ല. പക്ഷെ മുജാഹിദ് പ്രസ്ഥാനം ഈ വിഷയത്തിലൊക്കെ അവഗാഹമായി പഠിക്കുകയും ഷെയ്ഖ് മുഹമ്മദ് മൗലവിയെ പോലെയുള്ള പണ്ഡിതന്മാർ അത്തരം വിഷയങ്ങളിൽ വളരെ കാര്യമായി പ്രസക്തമായി പഠിക്കുകയും ഗവേഷണം നടത്തുകയും മുജാഹിദ് പ്രസ്ഥാനത്തിന് അതിന് കൃത്യമായ നയവും നിലപാടും ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനത്തിലാവുന്ന ഏശാദ പോയത്. എന്നിട്ട് ഇപ്പൊ കുറച്ച് ആൾക്കാർ ഗവേഷണം നടത്തിയിട്ട് ഇതൊക്കെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇതിങ്ങനെ ഇറക്കുമതി ചെയ്ത് ചില താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ശ്രമമാണ്. തീർന്നില്ല. ഞാൻ പറഞ്ഞു വന്ന എവിടുന്നായിരുന്നു? ഇങ്ങനെ പിശാചിന്റെ ജിന്നിന്റെ കുട്ടികളെ നമ്മളെ സ്ത്രീകൾ പ്രസവിക്കേണ്ടി വരുന്ന അത് ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് എവിടെ എത്തി? കല്യാണം മുടക്കും ജിന്ന്. പെണ്ണുങ്ങളിൽ സ്ത്രീകളിൽ ഇവർ പ്രവേശിക്കും, സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടും, അവർ ജിന്നിന്റെ കുട്ടിനെ പ്രസവിക്കേണ്ടി വരും. അതൊക്കെ മറ്റു ഭർത്താക്കന്മാരുള്ള സ്ത്രീകളാണല്ലോ. എന്നാൽ ഭർത്താവ് ഇല്ലാത്തൊരു സ്ത്രീനെ കിട്ടിയാൽ സുഹൈർ ചുങ്കത്ര പറഞ്ഞത് വന്നോട്ടെ, ഏറ്റെടുക്കാൻ തയ്യാറാണെന്നുള്ള കേൾക്കാൻ ഉപരി സംസാരിച്ചത്. എന്നാൽ ജിന്നുകൾ ചെയ്യണതോ ഭരണ കല്യാണം മുടക്കുക എന്നുള്ളതാണ്. ആ കല്യാണം മുടക്കണ കോലം കൂടി ഒന്ന് കിട്ടിയാൽ ഏകദേശം ആ ഭാഗം ക്ലിയർ ആവും. പിന്നെ ചില വിവാഹ ബന്ധം തടസ്സപ്പെടുന്ന ചില സീറൊക്കെ എങ്ങനെ വെച്ചാൽ ഭർത്താക്കന്മാർ ഇങ്ങനെ കാണും, അല്ല പുതിയാപ്പിളമാർ വന്നിങ്ങനെ കാണും, ഒരു പ്രാവശ്യം വരുള്ളൂ, പിന്നെ അങ്ങോട്ട് വരില്ല. അങ്ങനെ പിന്നെ ഡസൻ കണക്കിന് ആളുകൾ വന്ന് കാണുകയും എന്നാൽ പെണ്ണുങ്ങളുടെ സൗന്ദര്യമുണ്ട്, പക്ഷെ വിവാഹം നടക്കൂല. അങ്ങനെയുള്ള കേസ് 2-3 പ്രാവശ്യമായി ഖുർആൻ അനുസരിച്ചുള്ള ഖുർആൻ ഓതി ചികിത്സിച്ച ഇതിട്ട് കല്യാണം നടക്കുന്ന സംഭവങ്ങൾ എൻ്റെ അനുഭവത്തിലുണ്ടായിട്ടുണ്ട്. പിന്നെ വന്ന് കണ്ട അതേ പയ്യൻ വിവാഹം കഴിച്ചതായിട്ട്. മറിച്ച് എത്രയോ ആളുകൾ വന്ന് കണ്ട്. അപ്പം എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇവിടെ സംഭവിക്കുന്നത് പിന്നെ ഈ യുവാവ് വന്ന് ഈ യുവതിയെ കാണുമ്പോൾ പിശാച് തഹയിലുണ്ടാകും. തഹയിൽ എന്ന് നമുക്കറിയാലോ, മൂസാ നബി ഇസ്ലാമിൻ്റെ എന്നോട് എതിർക്കാൻ വന്ന സാഹർമാരെന്ത് ചെയ്തത്? കയറും വടിയൊക്കെ ഇട്ട് പാമ്പാക്കി കാണിച്ചതുപോലെ ഈ സ്ത്രീയുടെ മുഖം ഒന്നിൽ വിരൂപമാക്കുകയോ അല്ലെങ്കിൽ ഒരു കിളവിയുടെ രൂപമൊക്കെ കൊടുക്കും. അപ്പോൾ കാണുമ്പോൾ ഈ ബാക്കി എല്ലാവർക്കും ഇഷ്ടമായിരിക്കും, പക്ഷേ ഈ യുവാവിന് നോക്കുമ്പോൾ ഒരു ഇഷ്ടപ്പെട്ട രൂപമല്ല. മാത്രമല്ല ഒരു മനസ്സിന് ആശ്വാസം ഉണ്ടാവില്ല, ഇനി അങ്ങോട്ട് പോകണ്ട എന്നുള്ള തോന്നുക. ഒരു പെൺകുട്ടി എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ ആരെങ്കിലും എന്നെ കാണാൻ വരുമ്പോൾ എൻ്റെ മുഖമൊക്കെ ഈ പ്ലാസ്റ്റിക് റബ്ബർ വലിച്ച് നീട്ടുന്ന പോലെ വലിച്ച് നീട്ടുന്ന അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ച ഒരു പെൺകുട്ടി പറഞ്ഞാണ്. അങ്ങനെ വിവാഹം നടക്കാത്ത അവസ്ഥ ഉണ്ടാകും. ഒരു പെൺകുട്ടികൾ കല്യാണം കഴിച്ചു വിട്ടാൽ അവിടെ ഒരു സംഭവിക്കൂല, പിന്നെ കല്യാണം കഴിക്കാൻ നോക്കിയാൽ മുടക്കുകയും ചെയ്യും. ഇനി വേറെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തൊലാക്കിൽ എത്തിക്കുകയും ചെയ്യും. അത് വേറെ തരാം. ജമീല ടീച്ചർ ഉണ്ടല്ലോ അല്ലേ? കുറച്ച് നേരങ്ങൾ കേൾക്കേണ്ടി വരും. ഇവിടെ ഇയാൾ ഈ പറഞ്ഞ സംഗതിക്ക് എന്ത് രേഖയാണ് അയാൾ പറഞ്ഞത്? എന്ത് തെളിവാണ് അയാൾ പറഞ്ഞത്? ഇയാളെത്തിങ്ങനെ വന്നു, അയാളിങ്ങനെ ചികിത്സിച്ചു, അയാളിങ്ങനെ ശരിയാക്കി വിട്ടു, അയാൾ ഖുർആൻ ഓതി, അയാൾ ഹദീസ് ഓതിയാനുണ്ട്. എന്തു രേഖയാണ് ഇത്? മുജാഹിദ് പ്രസ്ഥാനത്തിന് ആദർശമാണോ? അല്ലേ?